ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ICSE സെപ്റ്റംബർ മാസത്തിൽ ഇഷ്യൂ ചെയ്തിട്ടുള്ള CCT ബുള്ളറ്റിനിലെ കറണ്ട് അഫയേഴ്സ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഇൻ ഓഗസ്റ്റ് 2025 പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദി പാർട്ടിസിപ്പേറ്റഡ് ഇൻ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ സബ്മിറ്റ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ സബ്മിറ്റിൽ നമ്മുടെ മോദിജി കൂടി പങ്കെടുത്തിരുന്നു. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റീസ് ഇറ്റ് വാസ് ഹെൽഡ്? അപ്പോൾ ഏത് സിറ്റിയിലാണ്, താഴെ പറയുന്ന ഏത് സിറ്റിയിലാണ് അത് ഹെൽഡ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ബീജിംഗ്, ഓപ്ഷൻ ബി ടിയാൻജിൻ, ഓപ്ഷൻ സി ഷാങ്ഹായ്, ഓപ്ഷൻ ഡി ഗൗസോങ്. നമ്മുടെ ഓപ്ഷനിൽ തന്നിരിക്കുന്ന ഷാങ്ഹായ് കണ്ടിട്ട് ആൻസർ ആണെന്ന് വിചാരിക്കരുത്. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ചൈനയിലെ ഒരു സിറ്റിയിലാണ് നടന്നത്. ഇവിടെ ആൻസർ വരുന്നത് ബി ആണ്, ടിയാൻജിൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ആസ് പെർ എയർ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സ് 2025 റിപ്പോർട്ട്, വിച്ച് സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി റെക്കോർഡ്സ് എ ലോസ് ഓഫ് 8.2 ഇയേഴ്സ് ഇൻ ലൈഫ് എക്സ്പെക്ടൻസി ഡ്യൂ ടു എയർ പൊല്യൂഷൻ? അപ്പോൾ എയർ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സ് പ്രകാരം 8.2 ഇയേഴ്സ് ആയുസ് കുറയുന്നുണ്ട് എയർ പൊല്യൂഷൻ കാരണം എന്ന് ഏത് സ്റ്റേറ്റിൻ്റെതാണ് ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചു. നമ്മുടെ സ്റ്റേറ്റ്സ് ഒക്കെ താഴെ തന്നിട്ടുണ്ട്. ഏത് സ്റ്റേറ്റാണ് നമ്മൾ പെട്ടെന്ന് കണ്ടുപിടിച്ച് പറ. അതിൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം. എ ഗുജറാത്ത്, ബി ഡൽഹി, സി ബീഹാർ, ഡി രാജസ്ഥാൻ. ഇതിൽ ഏറ്റവും കൂടുതൽ എയർ പൊല്യൂഷൻ വരുന്നത് എവിടെയാണ്? നമുക്കറിയാം അല്ലേ, ഡൽഹിയിലാണ് ആളുകളുടെ ആയുസ്സിൽ ഈ എയർ പൊല്യൂഷൻ കാരണം 8.2 ഇയേഴ്സ് കുറഞ്ഞു പോകുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 18ാമത്തെ ക്വസ്റ്റ്യൻ: നിവേശക് ദീദി ഫേസ് 2 പ്രോഗ്രാം വാസ് ലോഞ്ച്ഡ് ഇൻ കൊളാബറേഷൻ വിത്ത് വിച്ച് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ലാസ്റ്റ് മൈൽ ഔട്ട്റീച്ച്? ഈ നിവേശക് ദീദി എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ലിറ്ററസി, അർബൻ റൂറൽ സ്ത്രീകളിൽ വുമൺസിൽ കൂടുതൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ക്ലാസ്സസ് ഒക്കെ കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ സെക്കൻഡ് ഫേസസിൽ കൊളാബറേറ്റ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻഡ് ഓപ്ഷൻ എ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക്, B State Bank of India, C NABARD, and D Reserve Bank of India. And the option is option A, India Post Payment Bank. Okay, next question. India recently joined with the global network to strengthen oversight of artificial intelligence in healthcare. അപ്പോൾ ഹെൽത്ത് കെയറിലേക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ടുവരാനായിട്ട് ഇന്ത്യ റീസെന്റ് ജോയിൻ ചെയ്ത ഗ്ലോബൽ നെറ്റ്വർക്ക് ഏതാണെന്നാണ് ചോദ്യം. Option A, Global Health Data Exchange. Option B, Health AI Global Regulatory Network. And option C, World Digital Health Forum. And D, AI for Health Alliance. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഹെൽത്ത് എ ഐ ഗ്ലോബൽ റെഗുലേറ്ററി നെറ്റ്വർക്ക് ആണ് അതിനായിട്ട് ഇന്ത്യ കണ്ടെത്തിയ പ്ലാറ്റ്ഫോം. ഓക്കെ, അടുത്തത് 20ാമത്തെ ക്വസ്റ്റ്യൻ: ഹു എമോങ് ദ ഫോളോയിങ് ഹാസ് ബീൻ റീസെന്റ് ഇലക്റ്റഡ് ആസ് 15th പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ 15ാമത്തെ വൈസ് പ്രസിഡന്റ് ആരാണ്? രണ്ട് ഓപ്ഷൻസ്. ഓപ്ഷൻ എ CP രാധാകൃഷ്ണൻ, ഓപ്ഷൻ ബി ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡി, ഓപ്ഷൻ സി ജഗദീപ് ധങ്കർ, ആൻഡ് ഓപ്ഷൻ ഡി എം വെങ്കയ്യ നായിഡു. ആൻഡ് ദ ആൻസർ ഈസ് ഓപ്ഷൻ എ CP രാധാകൃഷ്ണൻ. അദ്ദേഹമാണ് ഇന്ത്യയുടെ 15ാമത്തെ വൈസ് പ്രസിഡന്റ്. ആൻഡ് ഇനിയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആയിട്ട് റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു ഫേസിനെ റിലേറ്റ് ചെയ്ത് 2 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. എ ഫാർമർ ടേക്സ് 500 മാംഗോസ് ടു ദ മാർക്കറ്റ്. 500 മാങ്ങയായിട്ട് നമ്മുടെ ഫാർമർ മാർക്കറ്റിലേക്ക് പോയി. ഇൻ ദ ഫസ്റ്റ് അവർ ഹി സെൽസ് 16% ഓഫ് ദ മാംഗോ. ആദ്യത്തെ ഫസ്റ്റ് മണിക്കൂറിൽ അദ്ദേഹം ഒരു 16% മാംഗോകൾ വിറ്റു. ആൻഡ് ദ സെക്കൻഡ് അവർ ഹി സെൽസ് 10% ഓഫ് റിമൈനിങ് മാംഗോസ്. അടുത്ത സെക്കൻഡ് അവറിൽ 10% വിറ്റു. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി മാംഗോസ് ഡസ് ഹി സെൽ? എത്ര മാംഗോസ് അദ്ദേഹം വിറ്റു. ആൻഡ് ഹൗ മെനി മാംഗോസ് ആർ ലെഫ്റ്റ് വിത്ത് ഹിം ആഫ്റ്റർ 2 hours? 2 മണിക്കൂറിന് ശേഷം അദ്ദേഹത്തിന്റെ കയ്യിൽ എത്ര മാംഗോസ് മിച്ചമുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന്. സോ 500 മാംഗോസ് ആണ് അദ്ദേഹം കൊണ്ടുപോയത് അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം എഴുതാം 500 മാംഗോസ് ആയിട്ട് മാർക്കറ്റിലേക്ക് പോയി. അദ്ദേഹം എത്ര എണ്ണം വിറ്റു? ആദ്യത്തെ ഫസ്റ്റ് അവറിൽ അദ്ദേഹം എത്ര എണ്ണം വിറ്റു? 500ന്റെ 16% വിറ്റു. 500ന്റെ 16%, 16 into 5, that is 80. 80 മാങ്ങകളാണ് ആദ്യത്തെ ഫസ്റ്റ് അവറിൽ അദ്ദേഹം വിറ്റത്. നമ്മളിവിടെ ചോദിച്ചിരിക്കുന്ന ഹൗ മെനി മാംഗോസ് ഡസ് ഹി സെൽ എന്നല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത സെക്കൻഡ് അവറിൽ വിറ്റത്
ഈ 500 നിന്ന് 80 പോയിട്ടുള്ളതാണ്. അപ്പോൾ 500 നിന്ന് 80 പോയാൽ 420 ആണ് നമുക്ക് കിട്ടുക. ആ 420യുടെ എത്ര ശതമാനം കാണണം? 10% കാണണം. ദാറ്റ് ഈസ് ഈസിലി 42. ഓക്കെ, ഇനി നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഫസ്റ്റ് അവറിലും സെക്കൻഡ് അവറിലും കൂടെ അദ്ദേഹം വിറ്റ ടോട്ടൽ എത്രയാണെന്നറിയാൻ 80 + 42 കൂട്ടിയാൽ മതി. ദാറ്റ് ഈസ് 212 122. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിൻ്റെ ആൻസർ ആയില്ലേ? ഹൗ മെനി മാംഗോസ് ഡസ് ഹി സെൽ? ആദ്യത്തെ ആ സമയം കൊണ്ട്, ആദ്യത്തെ 2 മണിക്കൂർ കൊണ്ട് അദ്ദേഹം വിറ്റത് 122 മാങ്ങകളാണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ മെനി മാംഗോസ് ലെഫ്റ്റ് വിത്ത് ഹിം ആഫ്റ്റർ 2 hours? ആ 2 മണിക്കൂറിന് ശേഷം അദ്ദേഹത്തിൻ്റെ എത്ര മാംഗോസ് മിച്ചം കാണും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 122 മാംഗോസ് 500 മാംഗോസും കൊണ്ട് പോയി അദ്ദേഹം വിറ്റ് തീർത്തു. സോ എത്ര മിച്ചം കാണും? ദാറ്റ് ഈസ് 378. ഇതാണ് ആൻസർ വരുന്നത്. അപ്പോൾ നിങ്ങൾ നല്ലോണം ഒന്നിരുന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് ബ്രെയിൻ യൂസ് ചെയ്താൽ സിമ്പിളായിട്ട് കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എല്ലാവരും വർക്കൗട്ട് ചെയ്ത് നോക്കണം. എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.